ഏകദേശം ഒരു 20 ഇഞ്ച് വീലും 4x4 മാനുവൽ ഡ്രൈവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 2010 മോഡൽ ടൈപ്പ് 1 അതിൽ നോക്കുന്നുണ്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോകൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2010 മോഡൽ ടൈപ്പ് 1 ഒരു കിടിലം ഫോർച്യൂണറിനെ കൊടുത്തിരിക്കുന്നത് പുതിയ സ്റ്റോക്കാണ്. അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങൾ വർത്താനൊക്കെ ഉഷാറല്ലേ. അപ്പോൾ നമുക്ക് 2-3 ദിവസമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാൻ ലാഗായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫോർച്യൂണർ കിട്ടിയപ്പോൾ ചെയ്യരുത്. അപ്പോൾ ഇനി നമ്മളിന് പുതിയ സ്റ്റോക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഫോർച്യൂണറിൻ്റെ വിശേഷങ്ങൾ കേട്ടാലോ, എങ്ങനെയുണ്ട് ഇതൊക്കെ. ഏതായാലും ഫസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് തുടങ്ങേണ്ടത് കാലിൻ്റെ അവിടെ നിന്ന് കിട്ടും. ഏതായാലും ഇഞ്ച തുടൻ്റെ അത്ര വീലുണ്ട് ഇതിൻ്റെ സൈസ്. കാരണം എന്താ വെച്ചാൽ 20 ഇഞ്ച് വീലും ടയറാണ് അതിൻ്റെ ഇതിന് ഹൈലൈറ്റ്. അതുകൊണ്ടാണ് ഫസ്റ്റ് അതിനെ പറഞ്ഞത്. ഏകദേശം ടൈപ്പ് 1 ഫോർച്യൂണറൊക്കെ എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ടുള്ളൂ. ഞാൻ തന്നെ ഉണ്ട് 189 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഞാൻ തന്നെ ഉണ്ട്. അതിലേറുണ്ട് വണ്ടി. അപ്പോൾ അത് ഈ 20 ഇഞ്ച് വീലിട്ടാണ്. ഭയങ്കര ഇടുപ്പാണ് കാണാൻ. ഭയങ്കര ഇടുപ്പാണ്. റോഡ് നമുക്ക് നിർത്തിയിട്ട് ശരിക്കും ഒരു ആന നിർത്തിയിട്ട് മാതിരി തന്നെ ഇത് കാണും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2010 മോഡൽ 4x4 മാനുവൽ ഡ്രൈവ്. 4x4 മാനുവൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ടൈപ്പ് 1 ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ല ക്ലീൻ വണ്ടി തന്നെ. ക്ലീൻ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ കിടക്കുന്നത്. ഓക്കെ, കേരളം നമ്പറാക്കി കൊടുക്കാൻ പറ്റും നമുക്ക് ഏത് ആർ ടി ഓഫീസിൽ വേണമെങ്കിലും. അതുപോലെ സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി 2,36,000 കിലോമീറ്റർ നിലവിൽ മീറ്ററിൽ ഓടിയുണ്ട്. കറക്റ്റ് കമ്പനി സർവീസുള്ള വണ്ടി. ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ ക്വാളിറ്റി വണ്ടിയാണ്. ഫസ്റ്റ് നമുക്ക് ഇതിന് ഇൻറ്റീരിയർ ഭാഗം ചർച്ച ചെയ്താലോ വരി. അങ്ങനെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ടൈപ്പ് 2 വരുന്ന AC വിൻഡോ, അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ, AC കൺട്രോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ ടൈപ്പ് 2 ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. സ്റ്റെയറിംഗ് ആണെങ്കിലും റഫ്യൂസിങ് ഇല്ല. പക്ഷേ 2,36,000 കിലോമീറ്റർ ഓടിക്കണം. നിങ്ങൾ നോട്ട് ചെയ്യണം. സീറ്റ് കവർ നോക്കി നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തുള്ള സീറ്റ് കവറാണ്. നല്ല വൃത്തിയുള്ള സീറ്റ് കവറും. ഇൻറ്റീരിയർ ഭാഗം ഒന്നും പറയാനില്ല. മിയ കണ്ടീഷനാണ്. 4x4 മാനുവൽ ഡ്രൈവ് കുട്ടി ഗിയറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ബാക്ക് സൈഡ് ഗിരി. ഇനി ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും ഇതാ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സീറ്റ് കവറും കാര്യങ്ങളും. ഇൻറ്റീരിയർ ഭാഗം ഫ്ലോർ മാറ്റാണ് വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ സെറ്റ്. അത് നമ്മൾ വേണമെങ്കിൽ വിരിച്ചു തരാം. ഓക്കെ, അതൊന്നും പ്രശ്നമില്ല, നമുക്ക് വിരിച്ചു കൊടുക്കാം. പിന്നെ എന്താ പറയുക വെച്ചാൽ ഇനി നേരെ ബാക്ക് പോര്. നമുക്ക് ബാക്കിൽ നിന്ന് തുടങ്ങാം. ബാക്കത്തെ എക്സ്റ്റീരിയർ നോക്കി നിങ്ങൾ നല്ല ക്വാളിറ്റി. സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റെപ്പിന് വരെ പുറത്തൊക്കെ തള്ളിക്കുന്നത് അത്രയും കട്ടുണ്ട്. ഓക്കെ, ഇവിടെ ജസ്റ്റ് കൂളിങ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1 കിടക്കുന്ന ഫോർച്യൂണറാണ്. ഓക്കെ, 4 വീൽ ഡ്രൈവ് ആണ് മാനുവൽ. ഇനി സൈഡ് പ്രൊഫൈൽ നോക്കി നിങ്ങൾ. സൈഡ് പ്രൊഫൈലൊക്കെ ഈ വീൽ തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് മറ്റേ ഫോർഡ് എൻഡവറിൻ്റെ വീലാണിത്, 20 ഇഞ്ച് വീല്. ഓക്കെ, അപ്പോൾ നല്ല സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല വണ്ടിക്ക്. സൈഡ് പ്രൊഫൈൽ നോക്കിയെങ്കിൽ നല്ല വൃത്തിയുണ്ട്. ഓക്കെ, സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വലിയ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ട് ഗ്രില്ല്. ടൈപ്പ് 2 ടൈപ്പ് 1 വേറെ ഗ്രില്ലാണ് വരല്. പക്ഷേ ഈ ഒരു ഗ്രില്ലാണ് രസമുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് വർക്ക് എടുത്ത് തരണമെങ്കിൽ നമ്മൾ വർക്ക് എടുത്തും തരും. മനസ്സിലായോ? എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അത് നമുക്ക് വർക്ക് എടുത്തിട്ടുണ്ടല്ലോ നല്ല നീച്ചാണ് നിൽക്കും വണ്ടി. അമ്മാതിരി കണ്ടീഷനേ കയറാം. ഓക്കെ, ഈ സൈഡ് നോക്കുകയാണെങ്കിലും മൊത്തത്തിൽ നല്ല വൃത്തിയുണ്ട്. ഒന്നും പറയാനില്ല, നല്ല വൃത്തിയുണ്ട്. വലിയ പുട്ടിയ കാര്യങ്ങൾ എഴുതി കയറിയില്ല. ചെറിയ ചെറിയ ടച്ചും കാര്യങ്ങളുണ്ട്. കാരണം 10 മോഡലാണ്. മനസ്സിലായോ? അതിൻ്റെതായിട്ടുള്ളൊരു പുട്ടിയും കാര്യങ്ങളും കയറി ഉണ്ടാവുന്നല്ലാതെ മേജർ ഇടി, ആക്സിഡൻറ്റ്, ഫ്ലഡ് അങ്ങനത്തെ ഒന്നും നമ്മൾ ഉണ്ടാവില്ല. നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ധൈര്യമായിട്ട് ഏത് ഷോറൂമിലാണെങ്കിൽ ചെക്ക് ചെയ്യുക. ചെറിയ ചെറിയ ബുഷോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. 10 മോഡൽ വണ്ടിയാണ്. അപ്പോൾ അത് നിങ്ങൾ കാണണം. നിങ്ങൾക്ക് എഞ്ചിൻ റൂം പാടെ കാണിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ എഞ്ചിൻ റൂം നോക്കി നിങ്ങൾ ഇത്രത്തോളം വൃത്തിയിൽ നോക്കി. സൈഡൊക്കെ കാണിച്ചു കൊടുക്കുക. ഈ ഇവിടെ നിന്ന് കിട്ടും, ഈ മൂലൊക്കെ നിന്ന് കിട്ടും. ഇടി ഉണ്ടെങ്കിലൊക്കെ മനസ്സിലായിക്കോട്ടെ. നമ്മൾ വണ്ടി അവിടെ നിന്ന് എടുക്കുമ്പോൾ ഇതേമാതിരി നമ്മളെ ഭായി അവിടെ നിന്ന് അയച്ചല്ലേ. അപ്പോൾ സൈഡൊക്കെ നോക്കിക്കോളി. ബാറ്ററിൻ്റെ ഏരിയകൾ കാര്യങ്ങൾ, അബ്രോൺ കാര്യങ്ങൾ, ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇത് കാണിച്ചു കൊടുത്താൽ ടയോട്ടൻ്റെ കമ്പനിയിൽ തന്നെ മോഡൽ എഞ്ചിൻ നമ്പറും കാര്യങ്ങളും പെയിൻറ്റിൻ്റെ ഇതൊക്കെയാണ്. അതുപോലെ എഞ്ചിൻ കവറും കാര്യങ്ങളൊക്കെ കണ്ടാൽ ഇത് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ മെയിൻ്റെനൻസ് എങ്ങനെ നടക്കണമെന്ന്. ഈ സൈഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഇവിടെ എവിടെയും തട്ട് കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിക്കോട്ടെ. അത് നമ്മളെ കസ്റ്റമർ നോക്കിയിട്ട് എടുത്താൽ മതി. ഇവിടെ വന്നാലും നോക്കാമല്ലോ. അപ്പോൾ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ പറയാട്ടില്ല. ഓക്കെ, അപ്പം ഇതാണ് ഇതിൻ്റെ എൻജിൻ റൂം. നല്ല വൃത്തിയിൽ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്പം എന്താ പറയുള്ളത്, ഇനി നമുക്ക് 5 കൊല്ലത്തെ പേപ്പർ അടക്കം കേരളം നമ്പറാക്കിയിട്ട് വെറും 8 ലക്ഷം റുപ്യ നമ്മൾ ചോദിക്കുന്നത്. 8 ലക്ഷം റുപ്യ. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. നമ്പറോടെ കൊടുക്കുന്നുണ്ട്. ലൊക്കേഷൻ അറിയാലോ, മലപ്പുറം നിലമ്പൂര ലൊക്കേഷൻ വരുന്നത്, കുറ്റമ്പാറ. അപ്പോൾ ഓട്ടോബിൽ വരിക. നമുക്ക് വാണ്ടിയ കാറുകൾ നോക്കിയെടുക്കാം. നമുക്ക് ഇന്നോവ ഏകദേശം ഒരു 6 ഇന്നോവ ഉണ്ട്, 3 ക്രിസ്റ്റ ഉണ്ട്. ഫോർച്യൂണർ
ഒരെണ്ണം സ്റ്റോക്കുള്ളൂ. നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് വേണമെങ്കിൽ നമ്മൾ എടുത്തരും. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് എടുക്കണമെങ്കിൽ നമ്മൾ Type 2 തരും. ആർക്കെങ്കിലും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇനിയും കാണും. താങ്ക് യു.